ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 12 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 13, 14, 15, 16 ശ്ലോകങ്ങൾ നോക്കാം. ഇദമദ്യ മയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തീദമപി മേ ഭവിഷ്യതി പുനർധനം. 14-ാമത്തെ ശ്ലോകം. അസൗ മയാ ഹതഃശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗീ സിദ്ധോഹം ബലവാൻ സുഖീ. 15-ാമത്തെ. ആഢ്യോഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാനവിമോഹിതാ. 16-ാമത്തെ ശ്ലോകം. അനേകചിത്തവിഭ്രാന്ത മോഹജാലസമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. ഈ 4 ശ്ലോകങ്ങൾ ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇദം, ഇത്, അദ്യ, ഇന്ന്, ഇപ്പോൾ, മയാ ലബ്ധം, എന്നാൽ ലബ്ധമായിരിക്കുന്നു, എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഇദം മനോരഥം, ഈ അഭിലാഷം, ആഗ്രഹം, പ്രാപ്സിയെ, ഞാൻ നേടും, ഇദം, ഇപ്പോൾ, ഇത്, അസ്തി, ഉണ്ട്, പുനഃ, ഇനി, മേ, എനിക്ക്, ഇദം ധനം അഭി, ഈ ധനവും കൂടി, ഭവിഷ്യതി, ഉണ്ടാകും, അസൗ ശത്രു, ഈ ശത്രുവിനെ, മയാ ഹതഃ, ഞാൻ ഇല്ലാതെയാക്കിയിരിക്കുന്നു, അഥവാ ഈ ശത്രു എന്നാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അപരാനപി, മറ്റുള്ള ശത്രുക്കളെയും, ഹനീഷ്യേച, ഞാൻ ഇല്ലാതെയാക്കും അഥവാ നശിപ്പിക്കും, അഹം ഈശ്വരഃ, ഞാൻ സർവശക്തനാണ്, സർവാധിപതിയാണ്, അഹം ഭോഗി, ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടവനാണ്, ഇതെല്ലാം എനിക്ക് അനുഭവിക്കാനുള്ളതാണ്, ഇതിൻ്റെ എല്ലാം ഭോക്താവാണ് ഞാൻ, അഹം സിദ്ധഃ, ഞാൻ സിദ്ധികൾ നേടിയവനും, ബലവാൻ, ശക്തനും, സുഖി, സുഖിമാനുമാകുന്നു, ആഢ്യഃ അഭിജനവാനസ്മി, ഞാൻ സമ്പന്നനും ഉന്നത കുലജാതനുമാണ്, മയാ സദൃശഃ, എനിക്ക് തുല്യനായി, ക അന്യ അസ്മി, മറ്റാരുണ്ട്, യക്ഷ്യേ, ഞാൻ യജ്ഞങ്ങൾ ചെയ്യും, ദാസ്യാമി, ദാനങ്ങൾ ചെയ്യും, മോദിഷ്യേ, ആനന്ദിക്കും, സന്തോഷിക്കും, ഇതി, എന്നിങ്ങനെയെല്ലാം, അജ്ഞാനവിമോഹിതാഃ, അറിവില്ലായ്മ കൊണ്ട് ഭ്രമിച്ച്, അനേക ചിത്തവിഭ്രാന്ത, വിരുദ്ധമായ അനേക ചിന്തകളാൽ ചിത്തഭ്രമം പിടിപെട്ട്, മോഹജാല സമാവൃത, മോഹമാകുന്ന വലയിൽ കുടുങ്ങി, കാമഭോഗേഷു പ്രസക്ത, സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്നവർ അഥവാ ആസുരപ്രകൃതി ഉള്ളവർ, അശുചൗ നരകേ പതന്തി, മലിനമായ നരകത്തിൽ പതിക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് ചിന്തിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ 4 ശ്ലോകങ്ങൾ ഒന്നിച്ചെടുത്തത്. ആസുരപ്രകൃതികളുടെ ചിന്തകളാണിവിടെ പറയുന്നത്. ആസുരപ്രകൃതികൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: ഇത് ഇന്ന് എന്നാൽ ലബ്ധമായിരിക്കുന്നു, അതായത് ഞാൻ ഇത്രയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു, ഇത്രയെല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നു, എൻ്റെ ഈ ആഗ്രഹം, അതായത് ഇനിയുമുള്ള എൻ്റെ ഈ അഭിലാഷങ്ങൾ ഞാൻ നേടും, ഇപ്പോൾ ഇതൊക്കെ എനിക്കുണ്ട്, ഇനി എനിക്ക് ഈ ധനവും കൂടി, ഞാൻ ആഗ്രഹിക്കുന്ന ധനവും കൂടി ഉണ്ടായിത്തീരും, ഈ ശത്രുവിനെ
ഞാൻ ഇപ്പോഴില്ലാതെയാക്കിയിരിക്കുന്നു. അഥവാ ഈ ശത്രു എന്നാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ള ശത്രുക്കളെയും ഞാൻ ഇതുപോലെ ഇല്ലാതെയാക്കും അഥവാ നശിപ്പിക്കും. ഞാൻ സർവാധിപതിയാണ്. ഞാൻ എല്ലാം അനുഭവിക്കേണ്ടവനാണ്. അതായത് ഈ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കാൻ യോഗമുള്ളവനാണ് ഞാനാണിതിൻ്റെ എല്ലാം ഭോക്താവ്. ഞാൻ സിദ്ധികൾ നേടിയവനും വളരെ കഴിവുകൾ നേടിയവനും ശക്തനും സുഖിമാനുമാണ്. ഞാൻ സമ്പന്നനും ഉന്നത കുലജാതനുമാണ്. എനിക്ക് തുല്യനായി മറ്റാരുണ്ടിവിടെ? ഞാൻ പല പല യജ്ഞങ്ങളും യാഗങ്ങളുമെല്ലാം ചെയ്യുന്നു, ദാനം ചെയ്യുന്നു, ഞാൻ സന്തോഷത്തിൽ മുഴുകി ജീവിക്കുന്നു എന്നിങ്ങനെയെല്ലാം അറിവില്ലായ്മ കൊണ്ട് ഭ്രമിച്ച് വിരുദ്ധമായ അനേകം ചിന്തകളാൽ ചിത്തഭ്രമം പിടിപെട്ട് മോഹമാകുന്ന വലയിൽ കുടുങ്ങി സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്നവർ, അതായത് ഈ ആസുരപ്രകൃതിയുള്ളവർ മലിനമായ നരകത്തിലാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ആസുരപ്രകൃതികളായിട്ടുള്ളവരുടെ വിചാരഗതികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇത്രയേറെ ധനം നേടി, ഇനിയും ഞാൻ ധാരാളം ധനം ആർജിക്കും, ഇപ്പോഴെനിക്ക് ഇത്രയധികം ധനമുണ്ട്, ഭാവിയിൽ അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, ഇന്നയാൾ എൻ്റെ ശത്രുവാണ് അഥവാ ആയിരുന്നു, ഞാൻ അയാളെ ഇല്ലായ്മ ചെയ്തു, ഇനി ഉള്ള ശത്രുക്കളെയും ഞാൻ ഇതുപോലെ ഇല്ലായ്മ ചെയ്യും, ഞാൻ എല്ലാറ്റിനും അധിപനാണ്, അധികാരിയാണ്, ഞാൻ സുഖിമാനാണ്. അതായത് ജീവിതം സുഖിക്കാനുള്ളതാണ്, അതൊക്കെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം തികഞ്ഞവനും ബലവാനും സമ്പന്നനും സന്തുഷ്ടനുമാണ് ഞാൻ കുലീനനാണ്, അതായത് ഉന്നത കുലജാതനാണ്, അനേകം ബന്ധുക്കളുള്ളവനാണ്, ഞാൻ യാഗങ്ങളനുഷ്ഠിക്കുന്നു, യജ്ഞങ്ങളനുഷ്ഠിക്കുന്നു, ദാനങ്ങൾ ചെയ്യുന്നു, എനിക്ക് തുല്യരായി വേറെ ആരുണ്ട് ഇവിടെ? ഇപ്രകാരം ചിന്തിച്ച് ഈ കൂട്ടർ, അതായത് ആസുരപ്രകൃതികളായ ഈ കൂട്ടർ അജ്ഞാനത്താൽ മോഹിതരാകുന്നു. ഇങ്ങനെ വ്യാമോഹങ്ങളുടെ വലയിൽപ്പെട്ട് ഇന്ദ്രിയ ഭോഗങ്ങളിലെല്ലാം ആസക്തരായി അവസാനം അവർ നരകത്തിൽ ആണ് ചെന്ന് പതിക്കുന്നത്. ആസുരപ്രകൃതക്കാരുടെ ധനതൃഷ്ണയ്ക്ക് അതിരുണ്ടാകില്ല. എത്ര ധനമുണ്ടായാലും അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതിനായി അവർ ഏത് അധാർമിക മാർഗങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കും. അതേസമയം പുറത്തേക്ക് വല്ല ദാനധർമ്മികളും യജ്ഞങ്ങളനുഷ്ഠിക്കുന്നവരും ഒക്കെയായി അഭിനയിക്കും. ഈ നേട്ടമെല്ലാം തൻ്റെ കഴിവും മിടുക്കും കൊണ്ടാണെന്ന് അഹങ്കരിക്കും. കർമ്മഫല സിദ്ധാന്തത്തിലൊന്നും അവർക്ക് വിശ്വാസമില്ല. താൻ ഇപ്പോഴനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങൾ പൂർവജന്മ സുകൃത ഫലമായിട്ടാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. എല്ലാം തൻ്റെ ഇപ്പോഴത്തെ മിടുക്കുകൊണ്ടാണ് എന്ന് കരുതുന്നു. അതിനാൽ തന്നെ ഈ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലം വരും ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന ചിന്തയും അവർക്കുണ്ടാവുന്നില്ല. ഏതൊരാളെയും ശത്രുതയോടെയും സംശയത്തോടെയും മാത്രമേ അയാൾക്ക് കാണാനാവൂ. തന്നോളം ധനവാനും കുലീനനും ധർമ്മിഷ്ഠനുമായി മറ്റാരും തന്നെയില്ല എന്നായിരിക്കും ഈ കൂട്ടരുടെ ഭാവം. എന്നാൽ താൻ അജ്ഞാനത്തിൻ്റെ മോഹവലയത്തിലാണ് എന്ന് അവർ അറിയുന്നില്ല. അവരുടെ ഈ പോക്ക് നാശത്തിലേക്കാണെന്നും അവരറിയുന്നില്ല. ഇത്തരത്തിലൊക്കെയാണ് ആസുരപ്രകൃതികളുടെ വിചാരവികാരങ്ങൾ എന്ന് ഭഗവാൻ ഈ 4 ശ്ലോകങ്ങളിലൂടെ നമ്മോട് പറയുന്നു. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.